എന്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. എല്ലാവരും സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകാൻ സമ്മതിക്കാത്ത ആളൊഴികെ. ആരാണത്? അപ്പൊ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, ഖാലു വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗത്തിൽ പോകുന്നതിന് വിസമ്മതം കാണിക്കുക അല്ലാഹുവിന്റെ റസൂലേ? റസൂൽ പറഞ്ഞു, ഖാല മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ധിക്കരിക്കുന്നവൻ അവനാണ് സ്വർഗത്തിൽ പോകുന്നതിന് വിസമ്മതം കാണിക്കുന്നവൻ. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുണ്ടോ എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കല്ലേ വേണ്ടത്. അപ്പൊ ഏതൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നില്ലയോ അതിന്റെ അർത്ഥം അവൻ വിസമ്മതിച്ചു എന്നാണ്. ഈ ഇസ്ലാം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഇസ്ലാം, അത് പൂർണ്ണമാണ്. ഇമാം മാലിക് ബിദ്അത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. ആണ് ഇസ്ലാം കുറെ കാലം കഴിഞ്ഞു, കുറെ രാജ്യങ്ങളിലേക്ക് എത്തി, പല ആളുകളും ഈ ഇസ്ലാം സ്വീകരിച്ചു, പല ആചാരങ്ങളും വിശ്വാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ആയി, നാട്ടു സമ്പ്രദായങ്ങളും കടന്നുകൂടി. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ പറഞ്ഞു, ഖാലൽ ഇമാം മാലിക് ഇബ്നു അനസ് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഈ ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ദീനെ പൂർത്തിയാക്കി തന്നു. അറഫായിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്ന ഒരു ആയത്താണത്. ആയത്തിൽ പറഞ്ഞത് കഴിഞ്ഞു, ഇസ്ലാം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു എന്നാ. ഇമാം മാലിക് പറയുന്നത്, ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അതിന്റെ അർത്ഥം എന്താ? അവൻ വാദിക്കുകയാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദേശത്തെ വഞ്ചിച്ചിരിക്കുന്നു എന്ന്. ഇസ്ലാമിൽ പുതിയതൊന്നും ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം അയാളെ വാദം എന്താ? റസൂലിന് കിട്ടിയത് മുഴുവൻ തന്നിട്ടില്ല, അല്ലെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്നല്ലേ, അതുകൊണ്ടല്ലേ പുതിയത് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇത് പറഞ്ഞിട്ട് ഇമാം മാലിക് പറയുണ്ടായി, ഈ ആയത്തോതി ലിഅന്നല്ലാഹ യഖൂലു, കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്താണിത്. ഈ ആയത്താണ് ഇമാം മാലിക് അതിന് തെളിവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു, എന്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി അല്ലാഹു തആല തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി പുതുതായി യാതൊന്നും ഈ ദീനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മൾ കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ പുതുതായി എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, അതിലില്ലാത്ത ഒരു കാര്യം ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിന്റെ വിശ്വാസം, ഇസ്ലാമിന്റെ ആരാധന, ഇസ്ലാമിന്റെ ഇടപാടുകൾ, ഇസ്ലാമിന്റെ സമ്പ്രദായങ്ങൾ, ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ, ഇതൊക്കെ നമ്മെ കാണിച്ചു തന്ന് പൂർത്തിയാക്കിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഇനി യാതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്ന കുറേ വിശ്വാസങ്ങളും കുറേ സമ്പ്രദായങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടത്തപ്പെടുന്ന ജന്മദിനാഘോഷങ്ങൾ. വളരെ ലളിതമാണ്. മുസ്ലിമീങ്ങൾക്ക് ഒരു കാര്യം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും അതിനെ മടക്കണം എന്നാണ്. ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അല്ലെ സംശയം വന്നാൽ നമുക്കത് ചെക്ക് ചെയ്യാനുള്ള മാർഗം അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബിലേക്ക് എന്നാണ്, ഖുർആനിലേക്ക് നോക്കുക. ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ മുൻഗാമികളായ പ്രവാചകന്മാർ, കുറെ പ്രവാചകന്മാരുടെ പേര് ഖുർആനിലുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ പേരിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഖുർആനിലില്ല. ഖുർആനിൽ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ ഒരു ജന്മദിനം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇലല്ലാഹി വ റസൂൽ, റസൂലിന്റെ അടുത്തേക്കും മടക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് റസൂലിന്റെയോ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ സഹാബത്തിന്റെയോ ആരുടെയും പേരിൽ ഒരു ജന്മദിനം ആഘോഷിച്ചതായി ഒരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. ഖുർആനിൽ ഇന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹദീസിൽ ഇന്ന ഹദീസിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദുകളായ അബൂബക്കർ സിദ്ദീഖ്
അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അലി റളിയല്ലാഹു അൻഹു ആരെങ്കിലും ഇങ്ങനെ ചെയ്തതായി ഒരു രേഖയുമില്ല. സഹാബത്ത് ആരും ചെയ്തിട്ടില്ല, താബീങ്ങളും ചെയ്തിട്ടില്ല. ഹിജ്റ 3-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ ഒരു ആഘോഷവും സമ്പ്രദായവും മുസ്ലിം ലോകത്തുണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ എന്തെല്ലാം അന്ന് ദീനാണോ അതേ എന്നും ദീനാവാൻ പറ്റുള്ളൂ. എന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അതൊരിക്കലും ദീൻ ആയിരിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും പ്രിയം വെക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മൾ ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധത്തിൽ നമ്മൾ ജീവിക്കുവാൻ പരിശ്രമിക്കണം. കൂടുതൽ നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്ത് എന്ന് പറയുന്നതിന് തന്നെ മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ള അർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ആളുകൾ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനാനുവാദം നൽകിയതുമായ കാര്യങ്ങളാണ് മുഹദ്ദിസുകൾ സുന്നത്തെന്ന് പറയുന്നത്. ആ സുന്നത്തിൽ നോക്കൂ, നിർബന്ധ കർമ്മങ്ങളല്ലാത്തതും നിർബന്ധ കർമ്മങ്ങളും ഒക്കെ ഉണ്ടാകും. നിർബന്ധ കാര്യങ്ങൾ നമുക്കറിയാം. 5 വഖത്ത് നമ്മൾ നമസ്കരിക്കണം ഒരു ദിവസം, 17 റക്അത്ത്. എന്നാൽ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. 10 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തും, രാത്രിയിൽ നമസ്കരിക്കുന്ന വിത്ർ നമസ്കാരമുണ്ട്, പള്ളിയിൽ കയറിയാൽ പ്രവേശിക്കുന്ന തഹിയ്യത്ത് നമസ്കാരമുണ്ട്, അതുപോലെ ദുഹാ നമസ്കാരമുണ്ട്. അങ്ങനെ കുറേ നമസ്കാരങ്ങൾ സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചതുമാണ്. അപ്പോൾ റസൂലിനോടുള്ള മഹബത്തുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ റമദാൻ അല്ലാത്ത കാലത്തും കുറേ നോമ്പുകളുണ്ട്. തിങ്കളാഴ്ച നോമ്പ് പ്രത്യേകം സുന്നത്താണ്, വ്യാഴാഴ്ച നോമ്പ് സുന്നത്താണ്. ഒരു മാസത്തിൽ 3 ദിവസം 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ്. മുഹറത്തിനും അതുപോലെ തന്നെ അറഫാ ദിനത്തിനും നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പോൾ സുന്നത്തായ നോമ്പുകൾ എടുത്തുകൊണ്ടാണ് ഹുബ്ബുർ റസൂൽ നാം അനുഭവിക്കേണ്ടതും നമ്മളത് പ്രകടിപ്പിക്കേണ്ടതും. മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം എന്നറിയിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് അത് അഹ്ലു ബൈത്തിലേക്കുള്ള മഹബത്തായി കൊണ്ടുവരികയും ആ അഹ്ലു ബൈത്തിൻ്റെ പേരിൽ ഒരു സംഘത്തെ രൂപീകരിക്കുകയും ചെയ്ത് ഒരുപാട് ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഷിയാക്കളാണ്. ഷിയ എന്ന വിഭാഗമാണ് മുസ്ലിം സമൂഹത്തിൽ ആദ്യമുണ്ടായ വിഘടിച്ചു പോയ ഒരു വിഭാഗം. ആ സമയത്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ചു പോരുന്ന വിഭാഗം സ്വയം നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് തെളിവ് മാ അന അലൈഹി വ സഹാബിന. പല പ്രശ്നങ്ങളും പല ഭിന്നിപ്പുകളും വരുമ്പോൾ ഞാനും എൻ്റെ സഹാബത്തും ഏത് അവലംബിച്ച് ജീവിച്ചോ അതിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, സുന്നി ആദർശമുള്ളവരാണ് എന്ന് പറയുന്നത്. ഈ അഹ്ലുസുന്നയോട് എന്നും വിരോധം പുലർത്തുന്ന ആളുകളാണ് ഷിയാക്കൾ. ആ ഷിയാക്കളാണ് ലോകത്ത് സുന്നികൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആദർശങ്ങൾ കൊണ്ടുവന്നത്. ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഷിയാക്കളിൽ. ആ വിഭാഗമാണ് ഹിജ്റ 3 നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ നബിദിനാഘോഷം, മൗലിദാഘോഷം തുടങ്ങിയത്. ഷിയ വിഭാഗമാണ് മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ഖബറുകൾ കെട്ടിപ്പടുത്ത് അവിടത്തേക്ക് തീർത്ഥാടനം ചെയ്യാൻ തുടങ്ങിയത്. അവരാണ് മനുഷ്യരിലുള്ള ചില മഹാന്മാരെ കുറിച്ച് മുദബ്ബിറുൽ ആലമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ നിന്ന് മുസ്ലിമീങ്ങളെ, ഈ സുന്നി വിഭാഗത്തെ തെറ്റിച്ചു കളയുന്ന വലിയൊരു പ്രവർത്തനം, ഗൂഢാലോചന ഷിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, മുഹറം നമുക്കറിയാം, നമ്മൾ മുഹറം നോമ്പെടുക്കുന്നുണ്ട്, അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും അറിയാം. എന്നാൽ അടുത്ത കാലത്തായി മുഹറം ഒരാഘോഷമായി വരുന്നു. അന്ന് പള്ളികൾ അലങ്കരിക്കുന്നു, അന്ന് പള്ളിയിൽ കൂടി സലാത്ത് ചൊല്ലുന്നു. അടുത്ത കാലം വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഷിയാക്കൾ മുമ്പ് മുതൽക്കേ ഉള്ളതാണ്. ഷിയാക്കളുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ ബഹ്റൈനിലോ ഇറാനിലോ സൗദിയുടെ കിഴക്കൻ മേഖലകളിലോ മറ്റ് സ്ഥലങ്ങളോ പോയി നോക്കൂ. അവിടെയൊക്കെ ജോലി ചെയ്ത ആളുകൾ, അവർക്ക് ഈ മുഹറം 10 ദിവസം വമ്പിച്ച ഒരു ദുഃഖാചരണമാണ്. അന്ന് അവർ മാറത്തടിച്ച് കരയുകയാണ്. അന്ന് അവരുടെ വീടുകളും പള്ളികളും ഒക്കെ അലങ്കരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലേക്കും കടത്തിക്കൊണ്ടുവരുന്നുണ്ട്.
ഞാൻ പറയുന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് നമ്മുടെ നേരായ മാർഗം. അതിലേക്ക് പിഴച്ചുപോയ വിഭാഗങ്ങൾ പുതുതായി ഓരോന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലായിരിക്കണം. ആ നിലയിലുള്ള ഒരു ബോധവും അറിവും അതിനുവേണ്ടിയുള്ള പഠനവും നമ്മൾ നടത്തണം എന്നുകൂടി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങളും മറ്റ് കഷ്ടപ്പാടുകളുമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവെ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.